എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ലേൺ ആൻഡ് ഗ്രോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസുകളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ഭാഗത്തു നിന്നും കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, ധനകാര്യ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ, CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12. 1990 65-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. 1990 65-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 2003 89ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അതായത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അത് സംയുക്തമായിട്ട് ആയിരുന്നല്ലോ. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെയാണ് എന്ത് ചെയ്തത്, വിഭജിച്ചിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാനായി വ്യവസ്ഥ ചെയ്തത് 2003 89ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംധൻ. അടുത്തതായിട്ട് നമുക്ക് ദേശീയ പട്ടികജാതി കമ്മീഷൻ നോക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ദളിതർ എന്നറിയപ്പെടുന്ന പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ്, NCSCS എന്ന് നമ്മൾ ചുരുക്കി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പട്ടികജാതി കമ്മീഷൻ? ദേശീയ പട്ടികജാതി കമ്മീഷൻ ദളിതർ എന്നറിയപ്പെടുന്ന പട്ടികജാതിക്കാരുടെ ദളിതർ എന്നറിയപ്പെടുന്ന പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ, NCSC, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5 ആണ്, ചെയർമാൻ ഉൾപ്പെടെ 5. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 5. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ. സൂരജ് ഭാൻ ആണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. നിലവിലത്തെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ കിഷോർ മക്വാന, ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ. അടുത്ത നമുക്ക് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നോക്കാം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്താണെന്ന് നോക്കാം.
പട്ടികവർഗക്കാരുടെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുമല്ലേ, അഥവാ ST. അപ്പോ പട്ടികവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പട്ടികവർഗ കമ്മീഷൻ. പട്ടികജാതി കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ദളിതർ എന്നറിയപ്പെടുന്ന പട്ടികജാതിക്കാരുടെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ SC അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ഭരണഘടനാ സ്ഥാപനം. ഇവിടെ പട്ടികവർഗ കമ്മീഷൻ വന്നപ്പോൾ എന്താണ്? പട്ടികവർഗക്കാരുടെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അഥവാ ST അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പട്ടികവർഗ കമ്മീഷൻ, അതായത് NCST, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338A പ്രകാരമാണ് രൂപീകരിച്ചത്. പട്ടികജാതി കമ്മീഷനോ 338 പ്രകാരമാണ് എന്താണ് പട്ടികജാതി കമ്മീഷൻ രൂപീകരിച്ചതെങ്കിൽ 338A പ്രകാരമാണ് അല്ലെ, ആർട്ടിക്കിൾ 338A പ്രകാരമാണ് പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ പഠിച്ചതുപോലെ സെയിം തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കാര്യങ്ങൾ അല്ലെ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ 338 ആണെങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 നമ്മൾ മനസ്സിലാക്കി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 തന്നെയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ഓക്കെ, അപ്പൊ നോക്കൂ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വെവ്വേറെ രൂപീകരിച്ചു. ദേശീയ പട്ടികജാതി കമ്മീഷനായാലും ദേശീയ പട്ടികവർഗ കമ്മീഷനായാലും നിലവിൽ വന്നത് 2004 തന്നെയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. കാലാവധി ചെയർമാന്റെയും കമ്മീഷൻ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം തന്നെയാണ്. ഇനി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് കൻവർ സിംഗ് ടെക്കമാണ്. കൻവർ സിംഗ്. ഓക്കെ, നിലവിലത്തെ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ടെക്കം, നിലവിലത്തെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ഓക്കെ, അപ്പോ ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും എന്താണെന്നുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, PSC, ധനകാര്യ കമ്മീഷൻ, CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ. ഈ വീഡിയോയിൽ കൂടി എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു സോ മച്ച്.